ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സപ്പിൽ വന്ന ഒരു 4 അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ അപ്ഡേറ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. വാട്സപ്പിൽ വന്ന ആദ്യത്തെ അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് ചാനലിൽ വോയിസ് മെസ്സേജ് ആൻഡ് സ്റ്റിക്കർ അയക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വാട്സപ്പ് ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചാനലിലൂടെ നമുക്ക് വോയിസ് മെസ്സേജ് അതുപോലെ സ്റ്റിക്കർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അയക്കാൻ സാധിക്കുന്നതാണ്. ഇതിനു മുമ്പ് അതായത് ഈ ചാനലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് നമുക്ക് ഉള്ള ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് മാത്രമേ അയക്കാൻ സാധിക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ നമുക്ക് വോയിസ് മെസ്സേജും ഇതുപോലെ അയക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയൊരു അപ്ഡേറ്റും ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം സ്റ്റിക്കർ നിങ്ങൾക്ക് അയക്കണമെന്നെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന തൊട്ട് സ്റ്റിക്കർ നമുക്ക് ഇവിടെ നിന്ന് ഈസി ആയിട്ട് അയക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം വാട്സപ്പിൻ്റെ ബീറ്റ വെർഷനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കാം. വാട്സപ്പിൻ്റെ അടുത്തൊരു അപ്ഡേറ്റാണ് സ്ക്രീൻ ഷെയറിങ് എന്നത്. അപ്പം വാട്സപ്പിലൂടെ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് വാട്സപ്പിലൂടെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീൻ ഷെയറിങ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ആ സ്ക്രീൻ ഷെയറിങ് ചെയ്യുന്ന ആ ഒരു അപ്ഡേറ്റ് ഇതിനു മുമ്പ് വന്നതായിരുന്നു. അത്തരത്തിൽ സ്ക്രീൻ ഷെയറിങ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോയുടെ ഓഡിയോ ആ വ്യക്തിക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ലായിരുന്നു. ഉള്ളി വീഡിയോസ് മാത്രമായിട്ട് ആ ഒരു വ്യക്തിക്ക് കാണാൻ സാധിക്കത്തുള്ളായിരുന്നു. അതായത് നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ മറ്റേ തലത്തിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ഉള്ളി ആ ഒരു വിഷ്വൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളായിരുന്നു. അതിലുള്ള ഓഡിയോസ് ഒന്നും കേൾക്കാൻ സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ പുതിയ അപ്ഡേറ്റ് മുഖേന ഇനി മുതൽ നമ്മൾ കേൾപ്പിക്കുന്ന ഓഡിയോ സഹിതം അവർക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള പുതിയൊരു അപ്ഡേറ്റാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്തരത്തിൽ നമുക്ക് എന്ത് കേൾപ്പിച്ചാലും അത് മറ്റേ തലത്തിൽ ഇരിക്കുന്ന വ്യക്തിക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു അപ്ഡേറ്റും വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ ഇപ്പോൾ ലഭ്യമാണ്. നിങ്ങൾ ബീറ്റ വെർഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കാം. വാട്സപ്പിൽ വന്ന മറ്റൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് ഒക്കെ കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ അതിനുള്ള റിപ്ലൈ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ ഈ ഒരു ഇൻ്റർഫേസിലാണ് ഇപ്പോൾ വാട്സപ്പ് മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് ആരെങ്കിലും സ്റ്റാറ്റസ് കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും റിപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അതിനുള്ള ഓപ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈസി ആയിട്ട് റിപ്ലൈ ഇവിടെ നിന്ന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റും ഇപ്പോൾ വാട്സപ്പിൻ്റെ ബീറ്റ വെർഷനിൽ ലഭ്യമാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ അപ്ഡേറ്റും വാട്സപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത വാട്സപ്പിൽ വന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് മൾട്ടിപ്പിൾ അഡ്മിൻസ് എന്നത്. അതായത് നിങ്ങൾക്കൊരു വാട്സപ്പ് ചാനൽ ഉണ്ടെങ്കിൽ ആ ഒരു ചാനലിലേക്ക് മൾട്ടിപ്പിൾ അഡ്മിൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു അപ്ഡേറ്റ് ഇതിനു മുമ്പ് വന്നതാണ്. നമ്മൾ ഒരു വീഡിയോ അതിനെപ്പറ്റി ചെയ്തതാണ്. എന്നിരുന്നാൽ പോലും ആ ഒരു അപ്ഡേറ്റിനെ പറ്റി അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് പറയുന്നു മാത്രം. അപ്പം നിങ്ങൾ ആ ഒരു ചാനലിൻ്റെ സെറ്റിങ്സ് എടുക്കുമ്പോൾ ഇവിടെ ഇൻവൈറ്റ് അഡ്മിൻസ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഈ ഇൻവൈറ്റ് അഡ്മിൻസ് എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ അഡ്മിനാക്കി ആരെയും മാറ്റണം അവരെ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവൈലബിൾ അല്ലാത്ത സമയത്തും ആ ഒരു അഡ്മിന് നിങ്ങൾ ആഡ് ചെയ്യുന്ന ആ ഒരു അഡ്മിൻ ഉണ്ടല്ലോ, ആ അഡ്മിന് നിങ്ങളുടെ ചാനൽ മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ബിസി ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ചാനൽ മാനേജ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. സോ അത്തരത്തിൽ നിങ്ങളൊരു ബിസി ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഡ്മിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈസി ആയിട്ട് തന്നെ വാട്സപ്പിൽ അത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റും വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കിയ അപ്ഡേറ്റുകളൊക്കെ വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ ലഭ്യമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.